ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാണ്ടം നമ്പേഴ്സാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഷേപ്സ് ഓഫ് ഓർബിറ്റലുമാണ്. ക്വാണ്ടം നമ്പേഴ്സ് ആണെങ്കിലും ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ് ആണെങ്കിലും എനർജീസ് ഓഫ് ഓർബിറ്റൽസ് ആണെങ്കിലും ഇനി ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ആണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ളതെല്ലാം അതോടുകൂടി ചാപ്റ്റർ കഴിയും. എല്ലാം ദാറ്റ് മീൻസ് റിലേറ്റഡ് ടു ആറ്റത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിൻ്റെ എനർജി, ഇലക്ട്രോൺ എങ്ങനെ ഫില്ല് ചെയ്യാം, ആ ഓർബിറ്റലിൻ്റെ ഷേപ്പ്, ഇതെല്ലാം ക്വാണ്ടം മെക്കാനിക്കൽ കോൺസെപ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഗതികളൊന്നും എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഷേപ്പ് ഓഫ് ഓർബിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഹിയർ we have the summary that we have discussed about quantum numbers. Okay? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് മേ ബി ഒബ്സർവബിൾ. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, ഷേപ്പ് ഓഫ് ഓർബിറ്റലിന് ശേഷം പറയാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇറ്റ്സ് n, positive integers n is equal to 1, 2, 3, 4 etc. Identify the shell, determine the size and energy of orbital. Number of orbitals in the shell is equal to n square. Discuss ചെയ്തതാണ്. Azimuthal quantum number or angular momentum quantum number or subsidiary, it's also called secondary quantum number. Okay, subsidiary or secondary. L, positive integers less than n. കാരണം എന്താ 0 to n minus 1 ആണ്. Okay, 0, 1 to n minus 1 value. 0 to n minus 1. Total possible values n. ടോട്ടൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ എന്നിൻ്റെ അത്രയും വാല്യൂ ഉണ്ടാവും. കാരണം എന്താ, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്നിൻ്റെ അത്രയാണ്. അതായത് n is equal to 1 ആകുമ്പോൾ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആകുമ്പോൾ L is equal to എന്താണ്, 0 ആണ്. ഓക്കെ, ഇപ്പോൾ പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്നിൻ്റെ അത്രയാണ്. ഇനിയിപ്പം കാരണം ഇതെന്താ, സബ്ഷെല്ലല്ല തരുന്നത്. അതായത് L എന്ന് പറയുന്നത് എന്താണ്, സബ്ഷെല്ലിൻ്റെ എണ്ണം തരും. L 0 ആണെങ്കിൽ സബ്ഷെല്ല് 1, L 1 ആണെങ്കിൽ L 0 ആണെങ്കിൽ സബ്ഷെല്ല് S, മറ്റേത് P, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ടോട്ടൽ പോസിബിൾ വാല്യൂസ് എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇത് കെ ഷെല്ലാണെങ്കിൽ n is equal to 1, Lന് എത്ര വാല്യൂ ഉണ്ട്, 0. L ഷെല്ലാണെങ്കിൽ n is equal to 2 ആണ്. അപ്പോൾ എന്തൊക്കെ വരും, L 0 and 1. എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് എന്നിൻ്റെ വാല്യൂവിന് ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? ഇനി എം ഷെൽ, എം ഷെല്ലാണെങ്കിലോ n is equal to 3, അപ്പോൾ L is equal to 0, 1, 2. അപ്പോൾ എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് എന്നിന് ഈക്വൽ ആണെന്നാണ് അവിടെ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ആൻഡ് ഇറ്റ്സ് യൂസസ് identifies the subshell, determine the shape of orbital. ഓക്കെ, അതായത് S, P, D, F ആണോ എന്നുള്ളത് മനസ്സിലായാൽ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് സ്ഫെറിക്കൽ ആണോ, ഡബിൾ ആണോ എന്നൊക്കെ മനസ്സിലാവും. Along with an orbital angular moment is equal to root of L into L plus 1 into h by 2 pi. h by 2 pi is h cross. Magnetic quantum number ML, integers minus L to plus L, including 0. Total possible values 2L plus 1. Total possible values 2L plus 1. Okay, 2L plus 1 ആണ് total possible values. Determines the shape of orbital. It determines the shape of orbital. Okay, and magnetic spin quantum number is simply spin quantum number MS. Half integers plus half or minus half. Okay, plus half. It determines the orientation of the spin. സ്പിന്നും അതേപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും. ഇതിൽ അഡീഷണൽ പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്രയും നമ്മൾ എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം അതുകൂടി ഇവിടെ ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ദ സൊല്യൂഷൻ ഓഫ് ഇവിടെ വായിച്ചു നോക്കുക. ഇറ്റ്സ് എ നോട്ട് പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ആണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ദ സൊല്യൂഷൻ ഓഫ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ gives principal, azimuthal and magnetic quantum numbers. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നോട്ട് ദ സ്പിൻ ക്വാണ്ടം നമ്പർ. ഇറ്റ് വാസ് ഇൻഡ്യൂസ്ഡ് ടു അക്കൗണ്ട് ഫോർ സ്പിൻ ഓഫ് ഇലക്ട്രോൺ. ഇറ്റ് ഈസ് അബൌട്ട് ഇലക്ട്രോൺ. ഓൾ അതർ ആർ അബൌട്ട് ദ വേവ് ഫംഗ്ഷൻ ഓർ ഓർബിറ്റൽ ആണ്. അതും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി വി ആർ മൂവിങ് ടു ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പ് പറയുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഷേപ്പിലേക്ക് എത്തിക്കുന്ന മറ്റൊരു സ്റ്റഡി ഉണ്ട്. അത് NCERT ചെറിയ ഒരു സെഷനാണ്. that is radial probability. ഇതിൻ്റെ ഹെഡിങ് NCERT ഇല്ല, പക്ഷെ ഗ്രാഫ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ കർവുകളാണ്. റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്സ്. ഇതൊരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വലിയൊരു സെഷനാണ്. ബോർഡ് എക്സാമിനാണെങ്കിൽ ചെറിയൊരു സെഷനാണ്.
ആദ്യം പറയുന്ന 1s-ൻ്റെയും 2s-ൻ്റെയും 3s-ൻ്റെയും 2 ടൈപ്പ് ഗ്രാഫ് മാത്രമേ NCERT ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്കതല്ലാണ്ട് വേണ്ടി വരും. ഗ്രാഫ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഓക്കെ, റേഡിയൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഇഫ് വി ടേക്ക് എൻ ആറ്റം, ഒരു ആറ്റം എടുക്കുക, ഒരു ആറ്റം, ജസ്റ്റ് എ മിനിറ്റ്, സപ്പോസ് ദിസ് ഇസ് എൻ ആറ്റം. ഓക്കെ, ഒരു ആറ്റം എടുത്തു, ആ ആറ്റത്തിനകത്ത് ഇവിടെ ന്യൂക്ലിയസ്, ഓക്കെ, അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു റേഡിയസ് ഉണ്ട്, റേഡിയസ്. പക്ഷെ ഒരിക്കലും ഇതേപോലെ എന്തില്ല, ഫിക്സ്ഡ് പാത്തില്ല. അത് പറഞ്ഞു, അതൊരു പ്രോബബിലിറ്റി ഉള്ളൂ, ഇത് ഫിക്സ്ഡ് പാത്തൊന്നുമല്ല. പക്ഷെ എവിടെയാണോ ഇലക്ട്രോൺ ഉള്ളത് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്, റേഡിയസ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങോട്ടേക്കും 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 ഒക്കെ പ്രോബബിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം ഇത് സ്ഫെറിക്കലായി മാറിയത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു റേഡിയസിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, സ്ഫെറിക്കലായിട്ടല്ല, ഒരു റേഡിയസ് അക്രോസ് എ ലൈൻ പോകുന്ന സമയത്ത് അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ്. അപ്പോൾ പ്രോബബിലിറ്റി എന്താണ്? അതിനെ നമ്മൾ കർവായിട്ട് വരക്കുന്നതാണ് റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഹെഡിങ് ഞാൻ അത് വായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പ്ലോട്ട്സ് ഓഫ്, ശ്രദ്ധിക്കണേ, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. അതിൽ ഏതൊക്കെയാണ് NCERT ഉള്ളതെന്ന് ഞാൻ ടിക്ക് ചെയ്യും. ഓക്കെ, പ്ലോട്ട്സ് ഓഫ് റേഡിയൽ, നന്നായി ശ്രദ്ധിക്കുക, ക്വാണ്ടം മെക്കാനിക്സ് ആണ്. റേഡിയൽ വേവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വേവ് ഫംഗ്ഷൻ എന്താ? സൈ ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ എന്ന് വെച്ചാൽ സൈൻ്റെ വാല്യൂ അക്രോസ് എ റേഡിയസ് മാത്രം മെഷർ ചെയ്യാം. ഓക്കെ, പ്ലോട്ട്സ് ഓഫ് റേഡിയൽ വേവ് ഫംഗ്ഷൻ സൈ ആർ. ഓക്കെ, അതിന് ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാറുണ്ട്, സൈ എന്നോ ആർ എന്ന് കൊടുക്കും. എഗെയിൻസ്റ്റ് വേഴ്സസ് സ്മോൾ ലെറ്റർ ആർ. പ്ലോട്ട്സ് ഓഫ് റേഡിയൽ വേവ് ഫംഗ്ഷൻ സൈ ആർ ഓർ ആർ എഗെയിൻസ്റ്റ് ആർ. ആർ ഈസ് റേഡിയസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇഫ് യു ടേക്ക് എൻ ആറ്റം, നിങ്ങളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ആ ആറ്റത്തിനകത്ത് ഇവിടെ എന്തുണ്ട്? ദർ ഈസ് എ ന്യൂക്ലിയസ്. അപ്പോൾ ഈ ഒരു റേഡിയസിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈ എന്താണോ, അപ്പോൾ അതാണ് സൈ ആർ എന്ന് പറയുന്നത്. നമ്മൾ സ്ഫെറിക്കലായിട്ടല്ല എടുത്തത്, എല്ലായിടത്തേക്കും അല്ല റേഡിയസിൽ. ആ സൈ ആറിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. ഈ റേഡിയസ് ആണ് ആർ. സോ സൈ ആസ് എ ഫംഗ്ഷൻ ഓഫ്, ദാറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് റേഡിയസ്, ദാറ്റ് ഈസ് റേഡിയൽ വേവ് ഫംഗ്ഷൻ, ഓർ ഇറ്റ് ഈസ് ഓൾസോ ഡെസിഗ്നേറ്റഡ് ആസ് ആർ. ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് ഗ്രാഫാണ്. ദാറ്റ് ഈസ്, ഞാനിവിടെ 3 ഗ്രാഫുകൾ ഒരുമിച്ച് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഒരുമിച്ച് വരയ്ക്കും. 3 അല്ല, ഞാൻ 6 വരക്കും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഹിയർ ആർ. വാട്ട് ഈസ് ആർ? സൈ ആർ. ഓക്കെ, ഇറ്റ് ഈസ് ആർ. ഇവിടെ ആർ എന്ന് വെച്ചാൽ എന്താ? സൈ ആർ ആണ് കേട്ടോ, വേവ് ഫംഗ്ഷനാണ്, ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ. നിങ്ങളുടെ ബുക്കിൽ സൈ ആർ എന്ന് കൊടുത്ത്, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, നോ പ്രോബ്ലം. ഒരു ശീലത്തിന് എഴുതി പോയിന്നേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയായാലും പ്രശ്നമില്ല. ദിസ് ഈസ് സൈ ആസ് എ ഫംഗ്ഷൻ ഓഫ് റേഡിയസ്, റേഡിയൽ വേവ് ഫംഗ്ഷൻ along y axis, radial wave function along y axis. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു 1s ഓർബിറ്റലാണ്. ദിസ് ഈസ് ഫോർ 1s, ദിസ് ഈസ് ഫോർ 2s, ദിസ് ഈസ് ഫോർ 3s. ഇത് 3ഉം NCERT ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 1s-ൻ്റെത് ആദ്യം ഗ്രാഫ് വരക്കുക, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. 1s-ൻ്റെത് ഇങ്ങനെ വന്നിട്ട് ഇറ്റ് അപ്രോച്ചസ് 0 അറ്റ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 0 ആകുന്നോ നമുക്ക് ഉറപ്പില്ല, 0യിലേക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ ഗ്രാഫ് റേഡിയസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, ഇനി അപ്പോൾ ഇത് രണ്ടും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് മൂന്നാമത്തത് വരക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം.
3 ഗ്രാഫുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് വണ്ണസിൻ്റെതാണെന്ന് പറഞ്ഞു. ആദ്യത്തത് വണ്ണസിൻ്റെതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നോക്കാം, ഇത് റേഡിയസ് ആണ്. ആ റേഡിയസ് ഇവിടെ എന്താണ്, 0 ആണ്. പ്രോബബിലിറ്റി ഇവിടെ എന്താണ്, 0 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന്റെ തൊട്ട്, ഇത് ഇപ്പോൾ ഒരു ആറ്റം ആണെങ്കിൽ ഇത് അതിന്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസ് ഇങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് റേഡിയസ്. ആ റേഡിയസ് 0 എന്ന് വെച്ചാൽ എന്താ, വെരി ക്ലോസ് ടു ദ ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിന്റെ അടുത്ത് വണ്ണസിന് എന്തുണ്ട്, നല്ല പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ന്യൂക്ലിയസ് ഈ വണ്ണസിൻ്റെ വരക്കാണെങ്കിൽ വണ്ണസിൻ്റെത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ദർ ഇസ് എ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ അടുത്ത് പ്രോബബിലിറ്റി കൂടുതലാണ്. പ്രോബബിലിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ ഞാൻ ആ ഏരിയനെ, പ്രോബബിലിറ്റി ഉള്ള ഏരിയനെ എന്താക്കിയാണ്, ഡോട്ടഡ് ആയിട്ട് കാണിക്കുകയാണ്. ഈ ഡോട്ടർ എന്ന് വെച്ചാൽ എല്ലാ ഇലക്ട്രോൺസ് അല്ല കേട്ടോ, ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തിന് എന്ത് ചെയ്യാണ്, ഇവിടെ ഷെയ്ഡ് ചെയ്യാണ്. സോ ദിസ് ഡോട്ട്സ് ഡോട്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ പ്രോബബിലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ മാക്സിമം ഉള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ കാണിക്കുന്നത് ശ്രദ്ധിക്കുക, മാക്സിമം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ പ്രോബബിലിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. പ്രോബബിലിറ്റി കുറഞ്ഞ് വരിക എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ പ്രോബബിലിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അതായത് ആദ്യം നന്നായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രോബബിലിറ്റി കുറച്ച് കുറഞ്ഞ് ഇല്ലാണ്ടാണ്. ആൻഡ് ആ പ്രോബബിലിറ്റി എല്ലായിടത്തേക്കും അക്രോസ് ഏത് റേഡിയസ് എടുത്താലും എല്ലായിടത്തേക്കും ഒരേപോലെ കണ്ടു. അതുകൊണ്ട് ഇത് സ്ഫെറിക്കലാണ് എന്നൊരു അസംഷനിലേക്ക് വരും. അത് നമ്മൾ അവസാനം ഷേപ്പ് പറയുള്ളൂ. ഇപ്പം ഇങ്ങനെ ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഷേപ്പ് എടുക്കും. ഈ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ എസ് ഇലക്ട്രോൺ അറൌണ്ട് ദ ന്യൂക്ലിയസ് ഈസ് യൂണിഫോം അലോങ് ഓൾ ഡയറക്ഷൻ അക്രോസ് ദ റേഡിയസ്. ഓക്കെ, അപ്പോൾ എല്ലാ ഡയറക്ഷനിലും, അതായത് ഇങ്ങോട്ടേക്കും ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് സ്ഫെറിക്കലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വന്നത്. ഓക്കെ, ഇതിന്റെ ഒരു സ്ട്രക്ചർ വന്നത്. ഇതിനെ ചാർജ് ക്ലൗഡ് സ്ട്രക്ചർ എന്ന് പറയും. ചാർജിന്റെ ക്ലൗഡ്, അതായത് ഇലക്ട്രോൺ ചാർജിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് സ്ട്രക്ചറാണ്. ക്ലൗഡ് ഒരു മേഘം പോലെ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് വൺനെസ്. ഓക്കെ, ഇനി അവിടെ 2s വരച്ചപ്പോൾ അവിടെ കണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, there is obviously a nucleus. ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും നിങ്ങൾ നോക്കി ഇതേപോലെ പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പ്രോബബിലിറ്റി 0 ആയി. ഇതെന്താ അതിന്റെ ബൗണ്ടറിയാണ്. ഇപ്പോൾ ഒരു ക്ലാസ് റൂം, അതിന്റെ പുറത്തുള്ള സ്ഥലം നമ്മൾ കണക്കൂട്ടണം. അകത്ത് ഇവിടെ എന്ത് ചെയ്തു, പ്രോബബിലിറ്റി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് നോക്കണം, അതിനകത്തുള്ള പ്രോബബിലിറ്റി ന്യൂക്ലിയസിന്റെ അടുത്തുണ്ട്. ന്യൂക്ലിയസിന്റെ അകത്തല്ല, ന്യൂക്ലിയസിന്റെ അടുത്ത്. അതേപോലെ ഇവിടെയുണ്ട്. അതേപോലെ ഇവിടെ അത് 0 ആവുന്നുണ്ട്. സോ പ്രോബബിലിറ്റി ഈസ് ഹയർ. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇവിടെ പ്രോബബിലിറ്റി എന്തുണ്ട്, ന്യൂക്ലിയസിന്റെ അടുത്തുണ്ട്. കമ്പാരിസൺ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ന്യൂക്ലിയസിന്റെ അടുത്തുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ. ഓക്കെ, ദിസ് പ്രോബബിലിറ്റി ഏരിയ ആണിത്. പ്രോബബിലിറ്റി ഏരിയ. ആ പ്രോബബിലിറ്റി ഏരിയ കഴിഞ്ഞിട്ട് ഇവിടെ പ്രോബബിലിറ്റി എന്താവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. ആ ഏരിയനെ പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് കോൾഡ് നോഡ്. അപ്പോൾ നോഡ് എന്താ, നോഡ് ഓർ നോഡൽ സർഫസ്. 2 ടൈപ്പ് നോഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരൊറ്റ ടൈപ്പ് നോഡാണ് പറയുന്നത്. നോഡ് തന്നെ നമുക്ക് വേറെ പറയാനുണ്ട്. നോഡ് ഓർ നോഡൽ സർഫസ്. ഡീറ്റെയിൽഡ് ആയിട്ട് നോഡ് പറയും. നോഡ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഈസി. ഇറ്റ് ഈസ് ദ 3-dimensional space around the nucleus where the probability ഞാൻ ഇപ്പോൾ ഇവിടെ സൈ എടുത്തത് പ്രോബബിലിറ്റി, കാരണം സൈയിലോടത്താണല്ലോ സൈ സ്ക്വയർ ഉണ്ടാവുക. പ്രോബബിലിറ്റി സൈ സ്ക്വയറിന്റെ ഗ്രാഫ് നമ്മൾ വരക്കുന്നുണ്ട്. ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ is 0. Where the probability of finding an electron is 0. ഇലക്ട്രോണെ കാണാൻ പ്രോബബിലിറ്റി ഏറ്റവും കുറവായിട്ടുള്ള സ്ഥലമാണ്. അതായത് പ്രോബബിലിറ്റി ഏറ്റവും കുറവായിട്ടുള്ള സ്ഥലമാണത് ഈ നോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോബബിലിറ്റി 0 ആയിട്ടുള്ള ഏരിയ ആണ് നോഡ് എന്ന് പറയുന്നത്. സോ നോഡ് ഈസ് എ 3-dimensional space around the nucleus where the probability of finding an electron is 0. ഓക്കെ, പ്രോബബിലിറ്റി ഇല്ല. അപ്പോൾ പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം
പ്രോബബിലിറ്റി ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ വരക്കുമ്പോൾ അതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ട്. ടേക്ക് ദ സെയിം കളർ. ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം വീണ്ടും പ്രോബബിലിറ്റി ഉള്ള ഏരിയ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഒരു ഇത് കണ്ടില്ല, ഇത് 0. പിന്നെ ഇവിടെ പ്രോബബിലിറ്റി ഉണ്ട്. ഇത് വേവ് ഫംഗ്ഷൻ സൈ, ഇത് സൈ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ. ഓക്കെ. അപ്പോൾ പ്ലസ്, ഇത് പ്ലസ് ഐ, ഇത് മൈനസ് ഐ ആണ്. ഇത് പ്ലസ്, ഇത് പ്ലസ്. താഴേക്ക് വന്നാൽ മൈനസ്, വേവ് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ പ്രോബബിലിറ്റി ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെ. ദാറ്റ് ഈസ് കോൾഡ് എ നോഡ്. ഇറ്റ്സ് എ 3-dimensional space around the nucleus where the probability of finding an electron is 0. അതാണ്. അപ്പോൾ 3sൻ്റെത് എങ്ങനെ വരും? നമ്പർ ഓഫ് നോഡ് കാൽക്കുലേറ്റ് ചെയ്യാനും കേട്ടോ. 3sൻ്റെത് ഇതേപോലെ ഞാൻ ഈ 6-നൊന്ന് ഇങ്ങോട്ടേക്ക് വരക്കണം. 6-ന് ഇവിടേക്ക് വരക്കണം. ഓക്കെ. ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ ഒന്ന്, പിന്നെ ഇങ്ങനെ. ഓക്കെ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എന്തുണ്ട്? നോഡുണ്ട്. ഇറ്റ്സ് എ 3-dimensional space around the nucleus where the probability of finding an electron is 0. അപ്പോൾ ഇവിടെ എത്രയാ? 1 നോഡ്. ഇവിടെ 2 നോഡ്സ്, 2 നോഡുകളുണ്ട്. ഇവിടെ 0 നോഡ്, നോഡുകളില്ല, 0 നോഡാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ വരിക? അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഒബ്വിയസ്ലി ദർ ഇസ് എ ന്യൂക്ലിയസ്. ഓക്കെ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ. അപ്പോൾ അത് പ്ലസ് വേവ് ഫംഗ്ഷൻ, ഇത് മൈനസ് വേവ് ഫംഗ്ഷൻ, ഇത് പ്ലസ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ പ്രോബബിലിറ്റി ഉള്ള ഏരിയ ഇതുവരെ, പിന്നെ 0 ആവുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഉള്ള ഏരിയ. അത് കഴിഞ്ഞിട്ടോ, പ്രോബബിലിറ്റി ഉള്ള ഏരിയ കഴിഞ്ഞിട്ടോ ഒരു നോഡ്. അപ്പോൾ എന്താ? ഇല്ലാത്തൊരു ഏരിയ. ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഇല്ലാത്ത ഏരിയ. അത് കഴിഞ്ഞാൽ വീണ്ടും പ്രോബബിലിറ്റി ഉള്ള ഏരിയ. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും പ്രോബബിലിറ്റി ഉള്ള ഏരിയ. ഞാനിങ്ങനെ വരക്കാണ് എളുപ്പത്തിൽ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ. പിന്നെയും പ്രോബബിലിറ്റി ഇല്ലാത്ത ഏരിയ. പിന്നെ ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഇല്ലാത്ത ഏരിയ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രോബബിലിറ്റി ഉള്ള ഏരിയ. അപ്പൊ എന്താണ് ഇവിടെ? ഇത് ഒരു നോഡാണ്. ഓക്കെ. ഫസ്റ്റ് 1 നോഡ്, ഇതൊരു നോഡ്. ദീസ് ആർ നോഡ്സ്. എത്ര നോഡ്സ്? 2 നോഡ്. ഓക്കെ. നോഡ്സ് ഓർ നോഡൽ സർഫസ്. അപ്പോൾ ഇവിടെ സ്ഫെറിക്കൽ കിട്ടി. അപ്പോൾ 1sൻ്റെയും 2sൻ്റെയും 3sൻ്റെയും ഈ 3ഉം എന്തിൽ തന്നിട്ടുണ്ട്? NCERT-ൽ തന്നതാണ്. ബട്ട് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്, പിന്നെ ഇത് വെച്ചിട്ടാണ് 2P 3P ഒക്കെ അങ്ങ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഐ ആം ഓൾസോ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്, നിങ്ങൾ ഈ 3 ഗ്രാഫുകൾ നോട്ട് ചെയ്യണം. ദിസ് ഇസ് ഗിവൺ ഇൻ NCERT. ഓക്കെ. ഐ എം ഓൾസോ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് 2P 3P ആൻഡ് 3D. 2Pയും 3Pയും 3Dയും കൂടി ഏത് പഠിക്കുകയാണ്? റേഡിയൽ വേവ് ഫംഗ്ഷൻ. റേഡിയൽ വേവ് ഫംഗ്ഷൻ വേഴ്സസ് റേഡിയൽ വേവ് ഫംഗ്ഷൻ ആണ് സൈ ഓഫ് ആർ വേഴ്സസ് ഡെയർ ആർ ആണ്. ഓക്കെ. അടുത്തത് 3 ഗ്രാഫുകൾ. 3 ഗ്രാഫ്. 1, excuse me, 1 is for 2P, the next is for 3P, okay, and the next is for 3D. 2P and 3P മനസ്സിലായ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത്, എങ്ങനെയായിരിക്കും 4P എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ കണ്ട ഒരു സംഗതി ഇവിടെ എന്താണ്? സൈ ഓഫ് ആർ വേഴ്സസ് ആർ. ഓക്കെ. അതേപോലെ സൈ ഓഫ് ആർ ഓർ ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്താൽ മതി. വേഴ്സസ് ആർ. റേഡിയസ് ചെയ്യുന്ന താഴോട്ട് ഒരു വേവ് ഫംഗ്ഷൻ വരികയാണ്. റേഡിയസ് ചെയ്യാൻ സൈഡിൽ എഴുതുന്നത് സൈ ഓഫ് ആർ വേഴ്സസ് ആർ. ഓക്കെ. അപ്പോൾ അതിൽ യു വിൽ ഗെറ്റ് ദ ഗ്രാഫ് ലൈക്ക് പീൻ്റെത് ലേശം വ്യത്യാസമുണ്ട്. പിക്ക് ന്യൂക്ലിയസിനോടടുത്ത് 0 പ്രോബബിലിറ്റിയാണ്. നേരത്തെ എങ്ങനെ വന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെയല്ല 1sന് വന്നത്. 1sനും 2sനും 2sന് എങ്ങനെ വന്നു? 2sന് വന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി. എങ്ങനെയായാലും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ എന്താണ്? പ്രോബബിലിറ്റി അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ മാക്സിമം ആണ്. സൈ സ്ക്വയർ മാക്സിമം ആണെങ്കിൽ വേവ് ഫംഗ്ഷനും മാക്സിമം ആയിരിക്കും.
വേവ് ഫംഗ്ഷൻ മാക്സിമം. പക്ഷേ ഇവിടുത്തെ ഗ്രാഫ് വരുന്നത് 0 എന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, പിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്. 0 തുടങ്ങിയിട്ട് ആൻഡ് ഇറ്റ് അപ്രോച്ചസ് 0 തുടങ്ങിയിട്ട് ദിസ് ഇസ് ഫോർ 2p. ഇനി 3pൻ്റെത് ഇതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് നേരത്തെ കണ്ടില്ലേ, ഇത് 1s, ഇത് 2s. 1s എങ്ങനെയാണോ ഇങ്ങനെ വന്നിട്ട് 0ൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, 2s മനസ്സിലായില്ലേ? അപ്പോൾ എന്തുണ്ട്, വാട്ട് ഈസ് ദിസ്? നിങ്ങൾക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റും, ദിസ് ഇസ് എ നോഡ്, ദാറ്റ് ഇസ് എ നോഡ്. ഇവിടെ എത്ര 0 നോഡ്സ്. നോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പറയാം. നോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നോഡ് 2 ടൈപ്പ് നോഡുണ്ട്. ഞാൻ ഇപ്പം നമ്മൾ ഈ ഗ്രാഫ് വരച്ച് പറയുന്നതെല്ലാം ഒരു ടൈപ്പ് നോഡാണ്. എൻ്റെ പേര് സ്ഫെറിക്കൽ നോഡെന്നാണ്. ഒരു സ്ഫെറിക്കൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സ്ഫെറിക്കൽ നോഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് റേഡിയൽ നോഡ്. ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട്, അത് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടൂല. കാരണം ഒരു അക്രോസ് എ റേഡിയസ് ആണ് നമ്മൾ എടുക്കുന്നത്. റേഡിയൽ നോഡ് ഓർ സ്ഫെറിക്കൽ നോഡ്. ഓക്കെ, റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സ്ഫെറിക്കൽ നോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-l-1 ആണ്. n-l-1 നമുക്ക് 1s 0 നോഡായിരുന്നു. 0 നോഡ് കാരണം എന്താ, n1 l 0 -1 0 കാരണം s ഓർബിറ്റൽ. 2s എന്താ, n2 -0 -1 is equal to 1 നോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇത് 2p എന്താ, n2 l1 -1 is equal to 0 നോഡ്. ഇവിടെ 3p എന്താ വരിക, n3 -1 is equal to 1 നോഡ്. ഇനി 3d എത്ര ആയിരിക്കും, 3 -2 -1 is equal to 0 നോഡ്. d ആകുമ്പോൾ എന്താ വരിക, 2 അല്ലേ വരിക. അപ്പോൾ ഇതിന് 0 നോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്, ഡിൻ്റെ ഗ്രാഫ് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് എക്സാക്ട്ലി almost is equal to a p orbital but little diffused. The diffused എന്ന് വെച്ചാൽ ഷാർപ്പ് അല്ല, ഇങ്ങനെ പരന്ന് കിടക്കണം, ഡിഫ്യൂസ്ഡ്. അതാണ് ഡിൻ്റെ ഫുൾ ഫോം തന്നെ. മനസ്സിലാവുന്നുണ്ടോ? പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതിന് എങ്ങനെ ഷേപ്പ് കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രോബബിലിറ്റി, ഒരു ഏരിയയിലേക്ക് പ്രോബബിലിറ്റി ഉണ്ട്, ഇവിടെ പ്രോബബിലിറ്റി ഉണ്ട്, ഇവിടെ 0 നോഡ്, ഇവിടെ ഒരു നോഡ് ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ആ പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞിട്ട് പ്രോബബിലിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, ഷേപ്പ് വേറെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് ആണ്. നമ്മൾ ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഷേപ്പ് കിട്ടും എന്നുള്ളതിനൊരു എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, NCERT-യിലുള്ള 1s 2s 3s വെച്ച് പറഞ്ഞിട്ടുണ്ട്. നൗ യു ജസ്റ്റ് മൈൻഡ് ദ ഗ്രാഫ്സ്. അപ്പോൾ നമ്മൾ ഏതിൻ്റെ ഒക്കെ വരച്ചു, 1s-ൻ്റെ വരച്ചു, 2s-ൻ്റെ വരച്ചു, 3s-ൻ്റെ വരച്ചു, ആൻഡ് 2p-ൻ്റെ വരച്ചു, 3p-ൻ്റെ വരച്ചു, 3d-ൻ്റെ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഈ റേഡിയസ് r ഉണ്ടല്ലോ, ഏത് ഗ്രാഫിനെടുത്താലും ഓക്കെ, ഈ r 0-യിലേക്ക്, അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, ഈ r ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താണ്, ഈ psi r അപ്രോച്ചസ് 0 അല്ലേ? അതായത് ഇതെന്താണ് 0, ഇത് 0-ൻ്റെ അടുത്തേക്ക് പോകുന്നത്. എല്ലാ ഗ്രാഫും, ഈ ഗ്രാഫ് 0-ൻ്റെ അടുത്തേക്കാണ്, എല്ലാം 0-ൻ്റെ അടുത്ത്. ഇവിടെ നമുക്ക് 0-ൻ്റെ അടുത്തേക്ക്, 0-ൽ അങ്ങോട്ട് തട്ടുക തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എന്ത്, ഓക്കെ, സോറി ഫോർ ദ ഡിലേ. ആൻഡ് നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഒരു 1s-ൻ്റെ എടുക്കുകയാണെങ്കിൽ 1s-ൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇവിടെ psi r ഓർ r. ഓക്കെ, ആൻഡ് r. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഗ്രാഫ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ദിസ് അപ്രോച്ചസ് 0. ഈ r ഇൻഫിനിറ്റിയിലേക്ക് എത്തിയാൽ ഇത് 0-ലേക്ക് എത്തും അല്ലേ? ഇവിടെ നമുക്ക് ഇവിടെ 0-ലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ എഴുതാം, r approaches, r means psi r, r or psi r approaches 0 as small letter r approaches infinity. ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് മറ്റതെന്താവും, 0-ലേക്ക് അപ്രോച്ച് ചെയ്യും. ഇത്രയുമാണ് റേഡിയൽ വേവ് ഫംഗ്ഷൻ വേഴ്സസ് റേഡിയസ്. ഓക്കെ, ഇനി രണ്ടാമത് ഒരു ടൈപ്പ് ഗ്രാഫ് ഉണ്ട്, ദാറ്റ് ഈസ് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് റേഡിയൽ പ്രോബബിലിറ്റി. ഇപ്പോൾ വേവ് ഫംഗ്ഷൻ അല്ല എടുത്തത്, റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി.
നേരത്തെ സൈ ആർ ആണെങ്കിൽ ഇപ്പൊ സൈ സ്ക്വയർ ആർ. ഓക്കെ, റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി അതിനെന്താ എടുക്കുക നമ്മള്? സൈ സ്ക്വയർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് റേഡിയസ്, അതാണ് റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഓർ ഇറ്റ് ഈസ് ആർ സ്ക്വയർ. സൈ ആർ എന്തായിരുന്നു? ആർ ആയിരുന്നു. സോ ദിസ് ഈസ് ആർ സ്ക്വയർ വേഴ്സസ് റേഡിയസ്. നേരത്തെ സൈ എടുത്തു, ഇപ്പൊ സൈ സ്ക്വയർ എടുത്തു. ഓക്കെ, സോ സൈ സ്ക്വയർ ആർ സ്ക്വയർ ഓർ സൈ സ്ക്വയർ ഇസ് ദ radial probability density. It is the probability density as a function of radius. Okay, it is the probability density as a function of radius. Probability density നമുക്ക് അറിയാലോ, psi square as a function of radius. ഇതിലും 1s-ന്റെയും 2s-ന്റെയും 3s-ന്റെതും NCERT-ൽ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്ത് ചെയ്തിട്ടില്ല? NCERT തന്നിട്ടില്ല. അപ്പോൾ 1s-ന്റെയും 2s-ന്റെയും 3s-ന്റെയും സൈ വേഴ്സസ് ആർ, സൈ ആർ വേഴ്സസ് ആർ, സൈ സ്ക്വയർ ആർ വേഴ്സസ് ആർ, ഇത്രയാണ് NCERT. NCERT-ലെ റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവും റേഡിയൽ, അതേപോലെ റേഡിയൽ വേവ് ഫംഗ്ഷനും. ഇതിൽ റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് വരക്കാം. This is the first graph that we discuss for 1s. Okay, the second graph, the second one, that is for 2s. Okay, and the third one, that is for 3s. Okay, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്താ? പ്ലോട്ട് സൈ ആർ, സൈ സ്ക്വയർ ആർ, ഓക്കെ, വേഴ്സസ് ആർ, സൈ സ്ക്വയർ ആർ, അല്ലെ ആർ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ഞാൻ NCERT-ലുള്ളത് പോലെ എഴുതിയാണ് സൈ സ്ക്വയർ ആർ വേഴ്സസ് ആർ. ഇങ്ങനെയാണ് 3 ഗ്രാഫ്. അതിൽ ആദ്യം നമ്മൾ വരക്കേണ്ടത് 1s-ൻ്റെത്. 1s-ൻ്റെത് ഒരു കാര്യം മനസ്സിലാക്കുക, സൈക്ക് നെഗറ്റീവ് വാല്യൂ ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ഒറ്റ പോയിന്റ് കൂടി പറയാനുണ്ട്. പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു 2s-ൻ്റെ നമ്മളിങ്ങനെ വരച്ചായിരുന്നു, സൈ ഓഫ് ആർ വേഴ്സസ് ആർ. അതിൽ 2s-ൻ്റെത് ഇങ്ങനെ വരച്ചിരുന്നു, കുറവുണ്ടോ? ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു നോഡ് ഉണ്ടെന്ന് പറഞ്ഞു, ദിസ് ഇസ് 1 നോഡ് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 0 ആണ്, അപ്പോൾ ഇതെന്താണ്? ഒരു -2 ഒക്കെയാണ്. ഓക്കെ, അതിന് പകരം നിങ്ങളിപ്പോൾ NCERT-ൽ കൊടുത്ത പോലെ പറയുകയാണെങ്കിൽ ഇവിടെ 0 കൊടുത്തു, ഇവിടെ 0 എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിന്റ്. ഓക്കെ, ഇവിടെ സൈ ആർ തന്നെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ 0, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ -3 എക്സെട്ര 1, 2, 3. ഇവിടെ ആറും പ്ലോട്ട് ചെയ്താൽ ഗ്രാഫ് കിട്ടുമ്പോൾ അവിടെ മേലെ തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടുക്കും, ഇവിടെയാണ് നോഡ് വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത്? പിന്നെ ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 0 ആണ്. ഈ ഗ്രാഫ് എന്താണ്? ഈക്വലൻ്റ് ആണ്. സെയിം. ഓക്കെ, ഇനി ഇത് കുറച്ച് കയറ്റി വരച്ച് അങ്ങനെ ഉണ്ടാവും. ഈ എക്സ് ആക്സിസ് കയറ്റി വരച്ചിട്ട് അതിൻ്റെ വാല്യൂ അനുസരിച്ചിരിക്കും. എന്തായാലും ഇങ്ങനെ വരാം. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു സൈ സ്ക്വയർ. ഓക്കെ, മറ്റേതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സൈ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. അപ്പോൾ അതിൽ 1s-ൻ്റെത് പറഞ്ഞു, ഇതൊരിക്കലും നെഗറ്റീവ് വാല്യൂ ആവില്ല, കാരണം അത് സൈ സ്ക്വയർ ആണ്. ഓക്കെ, അവിടെ മോഡുലസ് കൊടുക്കുക, സ്ക്വയർ എടുത്താൽ തന്നെ എന്താണ്? എപ്പോഴും ഒരേ ടൈപ്പ്, അതായത് പോസിറ്റീവ് വാല്യൂസ് മാത്രം, ഒരിക്കലും താഴേക്ക് വരില്ല, ഒറ്റൊന്നിലും താഴേക്ക് വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്രാഫ് 1s-ൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് ഈസ് റീച്ചിങ് ടു 0 അറ്റ് ഇൻഫിനിറ്റി എന്നാണ് സൈ സ്ക്വയർ. പ്രോബബിലിറ്റി എന്താണ്? അവിടെ അവസാനിക്കുന്നുണ്ട്. അതായത് ഒരു ആറ്റം എടുത്താൽ ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഈ ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ ഇല്ല, ഈ ഏരിയയിൽ എവിടെയാണെന്നുള്ളത് അറിയില്ല. ഒരു ബൗണ്ടറി ഉണ്ട് എന്തായാലും. ഓക്കെ, ഒരു ഫിക്സഡ് ബൗണ്ടറി അല്ലെങ്കിലും ഒരു ബൗണ്ടറി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതവിടെ പറഞ്ഞു. ദിസ് ഈസ് ഫോർ 1s. ആൻഡ് 2s-ൻ്റെത് ഇതേപോലെ അങ്ങോട്ട് വരും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന്
പ്രോബിലിറ്റി 0 ആയി, പിന്നെ വീണ്ടും പ്രോബിലിറ്റി, പിന്നെ എന്ത് ചെയ്യുന്നു, കുറയും. അതിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് ദിസ്? ഇത് ഇതിൻ്റെ ബൗണ്ടറി കഴിഞ്ഞു ഏതാണ്, ക്ലാസ്സിന് പുറത്താണ്. ആൻഡ് ദിസ് ഈസ് നോഡ്, ദിസ് ഈസ് നോഡ്, ദിസ് ഈസ് നോഡ്. ഓക്കെ, ഇനി 3s എടുത്താൽ എന്തായിരിക്കും? ഇതേപോലെ വന്നിട്ട് പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണിത്, അത് കഴിഞ്ഞ് പ്രോബിലിറ്റി 0 ആവുന്നു, വീണ്ടും പ്രോബിലിറ്റി ഉള്ള ഏരിയ വീണ്ടും 0 ആവുന്നു, വീണ്ടും പ്രോബിലിറ്റി ഉള്ള ഏരിയ വീണ്ടും 0 ആവുന്നു. അവിടെ കൊണ്ട് ചെറുതായി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ദീസ് ടു ആർ നോഡ്സ്, നോഡ്സ് ഓർ നോഡൽ സർഫസ്, നോഡൽ സർഫസ്. ഇവിടെ നമ്പർ ഓഫ് നോഡ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. നമ്പർ ഓഫ് നോഡ്സ്, നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ആണ് കേട്ടോ. ശരിക്കും ആംഗുലാർ നോഡ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, റേഡിയൽ നോഡ്സ്, നോഡ് ആനോഡ്സ്. ഓക്കെ, റേഡിയൽ നോഡ്സ് ഈസ് ഈക്വൽ ടു n മൈനസ് l മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു n എത്രയാണ്? 1. 1 മൈനസ് 0 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. 1 മൈനസ് 0 മൈനസ് 1. 2s എത്ര വരിക? 2 മൈനസ് 0 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1. 2 മൈനസ് 0 മൈനസ് 1 ഇവിടെ 1 ആണ്. ഇവിടെയോ 3 മൈനസ് 0 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2. ഇവിടെ എന്താണ്? 2 ആണ്. അപ്പം നോഡുകളുടെ എണ്ണം. ഓക്കെ, ഇനി അവിടെ നമുക്ക് വരക്കാനുള്ളത് ഏതാ? പി ഓർബിറ്റ്, പിന്നത് ഞാൻ ഇവിടെ തന്നെ വരക്കാണ്. ദിസ് ഈസ് ഫോർ 2p, ദിസ് ഈസ് ഫോർ 2p. ഓക്കെ, ദിസ് ഈസ് ഫോർ 3p, 3p, and we have one more 3d. ഈ മൂന്നും എന്തിലുണ്ട്? NCERT-യിലുണ്ട്. നേരത്തെ സൈനുള്ളത് പോലെ തന്നെ ഇത് സൈയും സൈ സ്ക്വയറിനും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഏതുമില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഏതുമില്ല. പിന്നെ ഷേപ്പിൽ വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കറക്റ്റ്ലി എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതിൻ്റെ മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. 2p-നും 3p-നും 3d-നും സൈൻ്റെത് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും എൻട്രൻസ് പോയിന്റിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് 2p-ൻ്റെത് ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? സൈ സ്ക്വയർ അല്ലേ? Psi square as a function of r versus r, psi square as a function of r versus r, ഇവിടെ r psi square as a function of r, radial probability distribution, radial probability density. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് മറ്റതിനെ പോലെ തന്നെയാണ്, സൈ സ്ക്വയറിനെ പോലെ തന്നെ. ഓൾമോസ്റ്റ് ചെറിയ ഷേപ്പിലെ വ്യത്യാസം, ദാറ്റ് ഡസൻറ്റ് മാറ്റർ, ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ഇനി ഇവിടെ ദിസ് ഈസ് ഫോർ 2p, ഇനി 3p ആണെങ്കിൽ, കാരണം അതിൻ്റെ ഗ്രാഫ് സെയിം ആണ്. 2p ആണെങ്കിൽ നോഡിൻ്റെ എണ്ണം എത്ര? 0 ആണ്. കാരണം എന്താ? 2 മൈനസ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ 3p ആണ്. 3p ആകുമ്പോൾ 3 മൈനസ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ എങ്ങനെ വരിക? ഇതേപോലെ അങ്ങോട്ട് പോവും. പിന്നെന്താ? ഇവിടെ പ്രോബിലിറ്റി 0 ആവും, പിന്നെ വീണ്ടും പ്രോബിലിറ്റി കൂടും. ഓക്കെ, പ്രോബിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ദിസ് ഈസ് നോഡ്, ദിസ് എ നോഡ്, വൺ നോഡല്ല കിട്ടിയത്. ഇനി 3D എടുത്താൽ നോഡിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? നോഡ്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആണ് 3D. ഓക്കെ, അപ്പോൾ എന്താ സ്ട്രക്ചർ വരിക? ദ സ്ട്രക്ചർ വിൽ ബി ലൈക്ക്, പക്ഷേ നേരത്തെ പോലെ തന്നെയാണ്. അതായത് ഡീൻ്റെ നമുക്ക് നേരത്തെ കിട്ടിയില്ലേ, പക്ഷെ കുറച്ചുകൂടി ഒരു ഹൈറ്റ് എന്ത് കൂടിയിട്ടുണ്ടാവും? സൈ സ്ക്വയർ ആകുമ്പോൾ, പിന്നെ അത് ഞാൻ 3D-ൻ്റെ സൈ സ്ക്വയറും സൈയും കമ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് വരയ്ക്കാം. മറ്റേതുപോലെ തന്നെ ഡിഫ്യൂസ്ഡ് ആണ്, പക്ഷെ അത്രയും ഡിഫ്യൂസ്ഡ് അല്ല. ആൻഡ് ദിസ് ഈസ് ദ ഗ്രാഫ്. ഇവിടെ എന്താണ്? 0 നോഡാണ്. ദിസ് ഈസ് ദ ഗ്രാഫ് ആസ് പെർ സൈ സ്ക്വയർ വെച്ചിട്ടുള്ള ഗ്രാഫ് ഇതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് റെഫറൻസ് ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ വേറൊരു ഗ്രാഫ് കൂടി കാണാം. ദാറ്റ് ഈസ് എ തേർഡ് ടൈപ്പ് ഓഫ് ഗ്രാഫ്, ദാറ്റ് ഈസ് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അത് 4π r square or 4π r square psi square. ഇത് ശരിക്കും നമ്മൾ ആർ സ്ക്വയർ, അതായത് സൈ സ്ക്വയർ ആസ് എ ഫംഗ്ഷൻ ഓഫ് റേഡിയസ് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി.
That is the probability of density of an electron. That is the probability, ശ്രദ്ധിക്കുക, that is the probability of finding an electron at a, it is the probability of finding an electron at a distance r from the nucleus. The nucleus in a distance r കാണാനുള്ള nucleus ആണ്. That is called radial probability density. This is called radial probability density. പക്ഷെ ആറ്റം എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കലാണ്. ഒരൊറ്റ ഒരു പോയിന്റിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ആറുള്ളത് മാത്രം എടുത്താൽ പോരാ. ഇങ്ങോട്ടേക്ക് അതേപോലെ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് സ്ഫെറിക്കൽ പ്രോബബിലിറ്റി എടുക്കണം. സോ സിൻസ് ദ ആറ്റംസ് ഹാവ് സ്ഫെറിക്കൽ സിമെട്രി, ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ടു ഡിസ്കസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ എ സ്ഫെറിക്കൽ ഷെൽ. അല്ലാണ്ട് ഒരു അക്രോസ് എ ലൈൻ അല്ല, ഒരു സ്ഫെറിക്കൽ ഷെല്ലിലുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇത് ഡിറൈവ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യും, അതിൻ്റെ ആവശ്യമില്ല, ഇതന്നെ അഡീഷണലാണ്. ഡെറിവേഷനൊക്കെ നിങ്ങൾക്ക് ചില IIT റെഫറൻസ് ബുക്കുകളിലൊക്കെ കാണാം. ഓക്കെ, അതാണ് ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ റേഡിയൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു sorry for the delay, this is stuck. The radial probability is equal to the radial probability is equal to volume of shell. അങ്ങനെ ഡിറൈവ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി, വോളിയം ഓഫ് ഷെൽ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി, ദാറ്റ്സ് ഈക്വൽ ടു 4 pi r square into pi square, psi square. That is 4 pi r square psi square or 4 pi r square. ഇങ്ങനെ കിട്ടും. അപ്പം ഇത് മനസ്സിലാക്കിയാൽ മതി. റേഡിയൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്ഫെറിക്കൽ പ്രോബബിലിറ്റി. അല്ലാണ്ട് 2 dimensional പ്രോബബിലിറ്റി അല്ല. ദിസ് ഇസ് എ 3 dimensional പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ അത്ര റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് ഗ്രാഫ് വരച്ചാൽ വാട്ട് വി വിൽ ഗെറ്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ഓഫ് 4 pi r square psi square, ഓക്കെ, വേഴ്സസ് r. ഇതിനെ P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആയതുകൊണ്ട്, അതായത് P വേഴ്സസ് R, where P is equal to 4 pi r square psi square ആണ്. 4 pi r square psi square. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, 1s-ൻ്റെ എന്താണ്, 2s-ൻ്റെ എന്താണ്, 3s-ൻ്റെ എന്താണ്. ശരിക്കും മറ്റതിനേക്കാൾ യൂസ്ഫുൾ ഇതാണ് പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ. കാരണം ഇത് സ്ഫെറിക്കൽ പ്രോബബിലിറ്റിയാണ് തരുന്നത്, മറ്റത് ഒരു റേഡിയൽ പ്രോബബിലിറ്റിയാണ് തരുന്നത്. ദിസ് ഇസ് സ്ഫെറിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ദ ഫസ്റ്റ് 1s NCERT-യിൽ പറയുന്നേ ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ഏത് റെഫറൻസ് ബുക്ക് എടുത്ത് നോക്കിയാലും ഈ ഗ്രാഫ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ പറയുന്നത് ഫുള്ള് സ്ഫെറിക്കൽ ആയിട്ടുള്ള ആറ്റത്തിനെ പറ്റിയാണ്. ഇപ്പോൾ സ്ഫെറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ പറയണം. ഓക്കെ, ഇവിടെ P എന്ന് കൊടുക്കും കേട്ടോ. അതായത് ഈ 4 pi square r square-ന് പകരം P എന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബുക്കുകളിൽ കാണാം. കാരണം 4 pi square psi square-നെയാണ് P എന്ന് പറയുന്നത്. 4 pi r square psi square. ഓക്കെ, 4 pi r square psi square. Okay, that is P, and this is radius r. ഇപ്പോൾ x-axis radius r ആണ്. This is for the graph 1s, this is for 2s, this is for 3s. Okay, പിന്നെ അടുത്ത ഗ്രാഫ് 4 pi r square psi square versus r. Okay, ഇവിടെ 6, ഇവിടെ എന്താണ് 4 pi r square psi square, 4 pi r square psi square. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1s, 2s, 3s. നമ്മളെല്ലായ്പ്പോഴും ഡിസ്കസ് ചെയ്ത് 2p, 3p, 3d.
ഇത്രയും ഓർബിറ്റലുകളാണ് എക്സാമ്പിളായിട്ട്. ഇതാണെങ്കിൽ അഡീഷണലുമാണ്. ഇത് മൊത്തം തന്നെ അഡീഷണലാണ്. ബാക്കി എന്താണ് പിന്നെ അതായത് ഈ സ്ഫെറിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന അഡീഷണലാണ്. ബാക്കിയുള്ള രണ്ടിലും നമ്മൾ 1s ഉം 2s ഉം 3s ഉം എല്ലാത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4π² r² എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാഫ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, എന്നിട്ട് അതൊക്കെ 1sൻ്റെ എങ്ങനെയായിരുന്നു, 1sൻ്റെ ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഓക്കെ, ദിസ് ഈസ് ഫോർ 1s. അടുത്തത് 2sൻ്റെത് ശ്രദ്ധിക്കണം. 2sൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് 2sൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഓക്കെ. അപ്പോൾ ഇതെന്താ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് നോഡ്. ദിസ് ഈസ് നോഡ്. നോഡ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമല്ലോ. നോഡ് കണ്ടുപിടിക്കാൻ n-l-1 എടുത്താൽ മതി. ഇവിടെ 0 ആണ്. ഇവിടെ എത്രയാണ്? 1 n-l-1 = 1. n-l-1 = 1. ഇവിടെ എത്രയാണ്? 2 ആണ്. 2 നോഡ്. പക്ഷേ ഇവിടെ ആദ്യത്തെ പ്രോബിലിറ്റി കുറവാണ്. സ്ഫെറിക്കലി നോക്കുമ്പോൾ, റേഡിയലി നോക്കുമ്പോൾ നമ്മൾ ഷേപ്പ് പറയുമ്പോൾ ഒന്നുകൂടി പറയും കേട്ടോ. നിങ്ങൾ ഈ ഗ്രാഫ് ആ സമയത്തേക്ക് പഠിച്ചു വെച്ചാൽ മതി. ഷേപ്പ് നമ്മൾ അടുത്ത സെഷനിലാണ് പറയുക. ഒരു റേഡിയസിൽ നോക്കുന്ന സമയത്ത് നേരത്തെ ഗ്രാഫ് എന്തായിരുന്നു? ആദ്യത്തെ വലുതും പിന്നത്തെ ചെറുതും ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു സ്ഫെറിക്കലി നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ അടുത്ത് പ്രോബിലിറ്റി ചെറുത്, പിന്നെ കൂടുതൽ. ഓക്കെ, പറയാൻ ഡിസ്കസ് ചെയ്യാം നമുക്കത്. ഇനി ഒരു 3sൻ്റെ എടുത്താൽ ദാറ്റ് ഈസ് ദ നേച്ചർ ഈസ് സെയിം. 2sൻ്റെത് മനസ്സിലായ 3sൻ്റെ മനസ്സിലാകാൻ പണിയില്ല. ദ പ്രോബിലിറ്റി കൂടി, then the probability is increasing. Just a minute, സ്പേസിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ probability. Okay, ഇവിടെ എത്ര നോഡ് ഉണ്ട്? There are how many nodes? The nodes is equal to 2. The number of nodes is equal to 2. Clear ആണല്ലോ? Okay. അപ്പോൾ അടുത്തെടുക്കുകയാണെങ്കിൽ 2p എടുത്താൽ 2pയിൽ എത്ര നോഡ് ഉണ്ടാവും? നോഡ്സ് ഇസ് ഈക്വൽ ടു എത്ര നോഡ് ഉണ്ടാവും? 2 - 1 - 1 = 0. അപ്പോൾ എക്സാക്ട്ലി ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു. ചെറിയൊരു ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇതേപോലത്തെ ഗ്രാഫ് തന്നെ. നമ്മൾ വരക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇതേപോലത്തെ ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ 2p. നമ്പർ ഓഫ് നോഡ്സ് ഇസ് ഈക്വൽ ടു 0. ഇനി 3p ആണെങ്കിലോ? 3p ആണെങ്കിൽ അവിടെ നോഡ് വരും. ബട്ട് ദ ഡിഫറൻസ് ഈസ് ന്യൂക്ലിയസിന്റെ അടുത്താണ് പ്രോബബിലിറ്റി. ആ വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടെ ഇത് ചെറുത്, ഓക്കെ, ഇത് വലുത്, പിന്നെയാണ് പ്രോബബിലിറ്റി കൂടുന്നത് എസിൽ. ഇവിടെ ആദ്യം പ്രോബബിലിറ്റി, പിന്നെ പ്രോബബിലിറ്റി എന്താണ്? സ്ഫെറിക്കലി നോക്കുമ്പോൾ കുറയും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ദിസ് ഈസ് വാട്ട്? ദിസ് ഈസ് നോഡ്സ്. ഓക്കെ, അപ്പോൾ ഇനി 3Dൻ്റെ എങ്ങനെയായിരിക്കും? 3Dയിൽ എത്ര നോഡുണ്ട്? 3 - 2 - 1 = 0. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഓക്കെ, പക്ഷെ കുറച്ചുകൂടി ഒരു ഹൈറ്റ് കൂടുതലായിരിക്കും. ദിസ് ഇസ് ദ ഗ്രാഫ്. നേരത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം വലുതും പിന്നെ ചെറുതുമായിരുന്നു, ഇത് ചെറുതും വലുതും. അപ്പോൾ ഇങ്ങനെയും ഗ്രാഫ് നിങ്ങൾ കാണും. ഓക്കെ, സോ യു ജസ്റ്റ് മൈൻഡ് ദിസ് ഓൾസോ. ദിസ് ഇസ് സ്ഫെറിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇവിടെ ഒരു 3D ഓർബിറ്റലുകളെ 3 എണ്ണം വരച്ചിട്ടുണ്ട്. അതിൽ 3Dയിൽ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 3D എല്ലാം 3D. ഓക്കെ, ഓൾ ഫോർ 3D. ഓക്കെ, അപ്പോൾ അതിൽ ഞാനിവിടെ എന്തെടുക്കുന്നു? ഇവിടെ P എടുക്കുന്നു. ദാറ്റ് ഈസ് ആദ്യത്തേൽ എന്തായിരുന്നു? psi r വേഴ്സസ് r, psi² r വേഴ്സസ് r. ഓക്കെ, ഇവിടെ r 4π r² psi². ഓക്കെ, അപ്പോൾ ആദ്യത്തത് ഇങ്ങനെ, രണ്ടാമത്തത് അതിനേക്കാളൊന്ന് ഹൈറ്റ് കൂടിയിട്ടുണ്ട്, മൂന്നാമത്തത് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇതാണ് വ്യത്യാസം. അല്ലാണ്ട് മൂന്നിനും ഒരേ സ്വഭാവമാണ്. ഇഫ് it's only a radial wave function, this is radial probability density, this is spherical probability density. Okay, എല്ലാത്തിനും ഒരേ പോലെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ
വരച്ച ഗ്രാഫിൽ ഇവിടെ ഞാൻ പി എന്ന് കൊടുത്തത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. വാട്ട് ഈസ് പി ദർ? പി ഈസ് ഈക്വൽ ടു 4 pi r square or 4 pi r square psi square. That is the spherical probability distribution. അതിൽ 1s ഉം 2s ഉം 2p ഉം 3p ആണ് ഞാനിവിടെ എടുത്തത്. ഓക്കെ ആണല്ലോ? അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 1s എന്ന് വെച്ചാൽ ദറ്റ് ഈസ് കെ ഷെല്ലിലാണ്, ദറ്റ് ഈസ് ഇൻ കെ ഷെൽ. ഓക്കെ, ഇത് എൽ ഷെല്ലാണ്, എൽ ഷെൽ. 2s 2p യോ എൽ ഷെൽ. എങ്ങനെ മനസ്സിലാവുക ഏതാ ഷെല്ല് എന്ന്? ഷെല്ല് മനസ്സിലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എടുത്താൽ മതി. n=2 ആണ്, ഇവിടെ n=2 ആണ്, ഇവിടെ n=1 ആണ്, ഇവിടെ n=3 ആണ്. ഇത് എം ഷെല്ലാണ്, ദിസ് ഈസ് എം ഷെൽ. അപ്പോൾ ഇവിടെ ഇത് എൽ ഷെല്ലിനാണ്, ഇതും എൽ ഷെല്ലിനാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ഷെല്ലിനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മൾ കമ്പയർ ചെയ്താൽ എൽ ഷെല്ലിനകത്ത്, സെയിം ഷെല്ലിനകത്തുള്ള രണ്ട് പേരെയും കൂടി നമ്മൾ കമ്പയർ ചെയ്താൽ, സോറി ഫോർ ദാറ്റ്, ഓക്കെ, രണ്ട് പേരെയും നമ്മൾ കമ്പയർ ചെയ്താൽ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ നോക്കുക, ദർ ഈസ് എൻ അഡീഷണൽ പീക്ക് ഇൻ ദ 2s. ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. കമ്പയറിങ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. അപ്പോൾ ദർ ഈസ് എൻ അഡീഷണൽ പീക്ക് ഇൻ ദ 2s. അപ്പോൾ 2p യും 2s ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു അഡീഷണൽ പീക്ക് ഉണ്ട്. ആ അഡീഷണൽ പീക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇലക്ട്രോൺസ് ഇൻ ദ 2s ഓർബിറ്റൽ, ഇവിടെ എന്താണ് പ്രോബബിലിറ്റി ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. വാട്ട് ഈസ് ദ മീനിങ്? ദ മീനിങ് ഈസ് ദർ ഈസ് എ പ്രോബബിലിറ്റി, പിന്നെ പ്രോബബിലിറ്റി എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇലക്ട്രോൺസ് ഇൻ ദ 2s ഓർബിറ്റൽ സ്പെൻഡ് സം ഓഫ് ഇറ്റ്സ് ടൈം നിയർ ദ ന്യൂക്ലിയസിനകത്ത് കുറച്ച് സമയം അവർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രോബബിലിറ്റി ഉള്ളത്. പിന്നെ അവർ കൂടുതൽ സമയം നിൽക്കുന്നത് എന്താണ്? 2sനകത്ത് മാക്സിമം 2 ഇലക്ട്രോണാണ് ഉണ്ടാവുക. ആ 2 ഇലക്ട്രോൺ കുറച്ച് സമയം എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ മാക്സിമം സമയം അതിൻ്റെ പ്രോബബിലിറ്റി ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ദർ ഇസ് എ സ്മോൾ അഡീഷണൽ പീക്ക് ഇൻ ദ 2s വെൻ കമ്പയർഡ് ടു 2p. ഓക്കെ, so there is an additional maximum in the 2s curve when compared to 2p. This indicates that the electrons in the 2s curve, the electrons in the 2s orbital spend some more time near the nucleus. Okay, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അടുത്ത് ഇതിനേക്കാൾ പ്രോബബിലിറ്റി ഉണ്ട്. സോ എ 2s ഇലക്ട്രോൺ പെനിട്രേറ്റ്സ് മോർ ടുവേർഡ്സ് ദ ന്യൂക്ലിയസിലേക്ക്, ഒരു ന്യൂക്ലിയസിൻ്റെ അടുത്ത് ഒരു പ്രോബബിലിറ്റി ഉണ്ട് അവർക്ക്. Okay, there is a small probability. There is a small additional peak. So this indicates that the electrons in the 2s orbital spend some more time near the nucleus, so they penetrates more towards the nucleus. That means a 2s orbital is more attracted towards the nucleus than a 2p orbital. അപ്പോൾ ഒരു 2sനും 2p എടുത്താൽ ഒരേ ഷെല്ലിൽ ആളുകളാണ് ഇവർ രണ്ടുപേരും എൽ ഷെല്ലിലാണ്. അതുകൊണ്ട് ഒരേ എനർജിയാണ് വേണ്ടത്. കാരണം എന്താ? എന്നിൻ്റെ വാല്യൂ സെയിം ആണ്. നമുക്ക് 2 ആണ് രണ്ടും, എന്നിൻ്റെ വാല്യൂ രണ്ടും 2 ആണ്. ഓക്കെ, അപ്പോൾ ഒരേ എനർജിയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവർക്ക് ഒരേ എനർജി അല്ല. കാരണം എന്താ? The s electrons spend some more time near the nucleus, that is indicated by the additional peak. So they are more attracted, they are more penetrated towards the nucleus and have lesser energy. കാരണം ന്യൂക്ലിയസ് ആളെ പിടിച്ചു വെക്കും. And have lesser energy. മനസ്സിലാവുന്നുണ്ടോ? അത് ഒരു പോയിന്റ്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 2s ഓർബിറ്റൽ എടുക്കാം, 2s ഓർബിറ്റൽ അല്ലെങ്കിൽ 1s ഓർബിറ്റൽ എടുക്കാം. 1s ഓർബിറ്റൽ, ഐ എം ടേക്കിംഗ് എ 1s ഓർബിറ്റൽ. 1s ഓർബിറ്റൽ എടുത്തപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? ദ ഗ്രാഫ് വാസ് ലൈക്ക് ദിസ്. ഓക്കെ, അതിൻ്റെ ഇതാണ് മാക്സിമം പീക്ക്. ആ മാക്സിമം പീക്ക് ഇങ്ങോട്ടേക്ക് എടുത്താൽ അതിനെ പറയാം, ഇവിടെ എന്താണ്? റേഡിയസ് ആണ്. ഇവിടെ എന്താണ്? മാക്സിമം പ്രോബബിലിറ്റിയാണ്, സ്ഫെറിക്കൽ പ്രോബബിലിറ്റി. ഇതിനെ പറയാം റേഡിയസ് ഓഫ് മാക്സിമം പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി മാക്സിമം ആയിട്ടുള്ള റേഡിയസ് ഇവിടെ. ഈ റേഡിയസ് എത്തുമ്പോഴാണ് ഇവർക്ക് മാക്സിമം പ്രോബബിലിറ്റി ഉള്ളത്, അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് മാക്സിമം പ്രോബബിലിറ്റി. മാക്സിമം പ്രോബബിലിറ്റി ഇവിടെ അല്ലേ? നിങ്ങൾ നോക്ക്, മാക്സിമം പ്രോബബിലിറ്റി ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് മാക്സിമം പ്രോബബിലിറ്റി.
അപ്പോൾ റേഡിയസ് ഓഫ് മാക്സിമം പ്രോബബിലിറ്റി ഫോർ ഹൈഡ്രജൻ ആറ്റം എടുത്താൽ ഈ റേഡിയസ് എന്ന് പറയുന്നത് 52.9 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, ദ റേഡിയസ് ഓഫ് മാക്സിമം പ്രോബബിലിറ്റി ഫോർ ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു 52.9 പൈക്കോമീറ്റർ. ഓക്കെ, ബോസ് മോഡൽ അനുസരിച്ച് ശ്രദ്ധിക്കാം, ബോസ് മോഡൽ റെസ്ട്രിക്റ്റ് ദ ഇലക്ട്രോൺ ടു എ ഫിക്സഡ് ഓർബിറ്റ്. ബോസ് മോഡൽ റെസ്ട്രിക്റ്റ് ദ electrons to a fixed orbit of 52.9 for hydrogen picometer for hydrogen radius അല്ലേ. ഇവിടെ റെസ്ട്രിക്ട് ചെയ്തു, അതിന് ശേഷം ഇലക്ട്രോൺസ് ഇല്ല. ബോസ് മോഡൽ റെസ്ട്രിക്ട് ഇലക്ട്രോൺസ് ടു എ ഫിക്സ്ഡ് ഓർബിറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 52.9 picometer ഫ്രം ദ ന്യൂക്ലിയസ് ഫോർ ഹൈഡ്രജൻ ആറ്റം. ബട്ട് അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ബോർ പറഞ്ഞതുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. എന്താ സിമിലാരിറ്റി? സിമിലാരിറ്റി ഇത്രയേ ഉള്ളൂ, മാക്സിമം പ്രോബബിലിറ്റി അവിടെ തന്നെയാണ്, പക്ഷെ അതിനുശേഷവും പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ദ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ക്യാൻ ബി അറ്റ് എനി ഡിസ്റ്റൻസ്. ദ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ക്യാൻ ബി, ഇവിടെ പ്രോബബിലിറ്റി ഉണ്ട്, ഇവിടെ പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടെ മാത്രമല്ല ഉള്ളത്, മറ്റതിൽ ഇലക്ട്രോൺ ഈ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഉണ്ട്, പക്ഷെ മാക്സിമം പ്രോബബിലിറ്റി ബോർ പറഞ്ഞതുപോലെ തന്നെ. ബോറിന്റെ കംപ്ലീറ്റ് തെറ്റൊന്നുമല്ല, he just neglected the wavy nature and Heisenberg's uncertainty principle. Okay, according to Bohr's model, Bohr restrict the distance of the nucleus, the distance of the electron to a fixed orbit, and that is 52.9 picometer. That means restrict the electron to a fixed orbit at a distance of 52.9 picometer from the nucleus. But according to quantum mechanical model, the electron in the hydrogen atom can be at any distance, but the most probable distance, the most probable distance, the most probable distance ആണ് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള. The most probable distance എത്രയാണ്? 52.9 picometer. ഓക്കെ, പക്ഷെ അവിടെ മാത്രമല്ല പ്രോബബിലിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബോർ മോഡൽ അനുസരിച്ചുള്ളതും അതിൽ നിന്നുള്ള മാറ്റം, ഈ ഏരിയയിലും പ്രോബബിലിറ്റി ഉണ്ട് എന്നുകൂടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ട് അതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ഗ്രാഫുകളും പറഞ്ഞു. ഇനി ഒരൊറ്റ സംഗതി കൂടി പറയാം. വെൻ വി ഡ്രോ എ ഗ്രാഫ്, ഓക്കെ, ബൈ ടേക്കിംഗ് 4 pi r square psi square along y axis and r along x axis. ഓക്കെ, അപ്പോൾ അവിടെ ഞാനൊരു 3D orbital വരയ്ക്കുകയാണെങ്കിൽ, this is 3D, this is 3D. Okay, okay, let's take another color. It's black. Okay, this is 3p, this is 3p, this is 3D, and this is 3s. Okay, അപ്പോൾ 3Dൻ്റെത് കണ്ടല്ലോ, ഇങ്ങനെ പീക്ക് വലിയതായിട്ടുള്ള ഇതാണ് ഇതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ റേഡിയസ് എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബിൾ റേഡിയസ്, പ്രോബബിലിറ്റി മാക്സിമം ആയിട്ടുള്ളത്. ഇവിടെ ഒരു പീക്ക് ഉണ്ട്, ഇതിൽ ഇവിടെ ഒരു പീക്ക് ഉണ്ട്. ഓക്കെ, ഒരു അഡീഷണൽ പീക്ക് ഉണ്ട്. 2p, ഇത് 3p ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3pനേക്കാൾ ഒരു പീക്ക് കൂടുതൽ, ഒരു അഡീഷണൽ പീക്ക് ഉണ്ട്. ഓക്കെ, എന്നാൽ 2pക്ക് അത്രയും പീക്കില്ല. നമ്മൾ വരച്ച് കഴിഞ്ഞാൽ തന്നെയാണ്. ഇതാണ് 2pൻ്റെ പീക്ക്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഒരു അഡീഷണൽ പീക്ക് ആർക്കുണ്ട്? ദർ ഈസ് എൻ അഡീഷണൽ പീക്ക് ഫോർ 3s ഓർബിറ്റൽ. ഓക്കെ, 2s ഉം 2p എടുത്താലും അങ്ങനെ തന്നെ. അതെല്ലാം d ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാം എന്താണ്? ക്വാണ്ടം നമ്പർ n=3 എടുത്താണ്. n=3 എടുത്താണ്. കാരണം 2d വരില്ലല്ലോ, എൽ ഷെല്ലിൽ d ഓർബിറ്റൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ പിന്നെ ഇവിടെ എസ് ഓർബിറ്റൽ, അതായത് എസ് ഓർബിറ്റലാണ് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ളത്. പക്ഷെ ഇവിടെ ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് മാക്സിമം പ്രോബബിലിറ്റി ആണിത്. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് മാക്സിമം പ്രോബബിലിറ്റി അല്ലേ? ഇതല്ലല്ലോ മാക്സിമം പ്രോബബിലിറ്റി. നമ്മൾ ഈ ബ്ലാക്ക് ലൈനിൽ തന്നെ ഇവിടെ ഒരു സംഗതി ഉണ്ട്, പക്ഷെ അത് മാക്സിമം പ്രോബബിലിറ്റി അല്ല. മാക്സിമം പ്രോബബിലിറ്റി ഇവിടെയാണ്.
ഇത് ബ്ലൂവിൻ്റെത് ഇവിടെയാണ് മാക്സിമം പ്രോബിലിറ്റി, പിങ്കിൻ്റെത് ഇവിടെയാണ് മാക്സിമം പ്രോബിലിറ്റി. ആ ഡിസ്റ്റൻസ് ഓഫ് മാക്സിമം പ്രോബിലിറ്റി ഓഫ് 2p ഈസ് സ്ലൈറ്റ്ലി ക്ലോസർ ദാൻ 3s. ഓക്കെ, 3sന്റെ ഇലക്ട്രോൺസ് എന്തുണ്ട്? ഒരു കാര്യം, 3sന്റെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ അടുത്താണ്. കാരണം എന്താ, ഇവിടെ ഒരു പ്രോബിലിറ്റി ഏരിയ ഉണ്ട്, ഇവിടെ ഒരു പ്രോബിലിറ്റി ഏരിയ ഉണ്ട് അല്ലേ? അപ്പോൾ ദേ സ്പെൻഡ് ലിറ്റിൽ മോർ ടൈം നിയർ ദ ന്യൂക്ലിയസ് ആൻഡ് ദേ ആർ മോർ പെനിട്രേറ്റഡ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. ബട്ട് ഇതല്ലല്ലോ മാക്സിമം പ്രോബിലിറ്റി, ഇതുമല്ല മാക്സിമം പ്രോബിലിറ്റി, ഇതാണ് മാക്സിമം പ്രോബിലിറ്റി. പക്ഷെ അത് പീനേക്കാളും ദൂരത്തിലാണ്. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് maximum probability of 2p is slightly, ഇതൊക്കെ ചെറിയ പോയിന്റുകൾ കേട്ടോ, വല്ലാത്ത ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ക്ലോസർ ദാൻ 2s ഇലക്ട്രോൺസ്, സ്ലൈറ്റ്ലി ക്ലോസർ ദാൻ 2s ഇലക്ട്രോൺ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ആണ് പറഞ്ഞത്. അതിൽ റേഡിയൽ വേവ് ഫംഗ്ഷൻ വെച്ചിട്ടും റേഡിയൽ പ്രോബബിലിറ്റി വെച്ചിട്ടും സ്ഫെറിക്കൽ പ്രോബബിലിറ്റി വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാഫുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായാൽ നിങ്ങൾക്ക് ഷേപ്പ് ഓഫ് ഓർബിറ്റൽ എന്ന് പറയുന്നത്, ശരിക്കും ഷേപ്പ് ഓഫ് ഓർബിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ തുടങ്ങി. പക്ഷേ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ ശരിക്കും ഷേപ്പ് എന്നാണ്, സ്ഫെറിക്കൽ ഡംബൽ എന്നൊക്കെ നമ്മുടെ ഇടയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, അതിൻ്റെ കൂടെ നോട്ട്സും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പോർഷൻ ഈ സെഷൻ കാണുന്നതിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുമുണ്ട്, അതേപോലെ തന്നെ +1 പഠിക്കുന്ന എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുമുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും പഠിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. പക്ഷേ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട്, അതായത് +1 പഠിക്കുന്നതിനോടൊപ്പം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്കൂൾ സ്റ്റുഡൻസിന് അവർക്ക് എന്താണ് NCERT-യിൽ മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളത്, എന്താണ് NCERT-യിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്, NCERT-ന്റെ പുറത്തുനിന്നല്ല, NCERT-യിലെ സൈലന്റ് ടോപ്പിക്കുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും, ചിലത് അങ്ങോട്ട് മയത്തിലും എല്ലാം അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ടാകും. ആ ഏരിയ നമ്മൾ ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്തതാണ് ഇപ്പോൾ ഈ ഏരിയയിൽ ഒരു എക്സാമ്പിൾ അതിന്. എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കർവുകൾ പറഞ്ഞപ്പോൾ അവിടെ 1sൻ്റെയും 2sൻ്റെയും 3sൻ്റെയും റേഡിയൽ വേവ് ഫംഗ്ഷനും റേഡിയൽ പ്രോബബിലിറ്റിയും വെച്ചിട്ടുള്ള ഗ്രാഫുകൾ അവിടെ ഉണ്ട്. പക്ഷേ 2pയോ 3pയോ 3dയോ അവിടെ ഇല്ല. അത് നമ്മൾ ഫില്ല് ചെയ്തു. അതിനോടൊപ്പം തന്നെ സ്ഫെറിക്കൽ പ്രോബബിലിറ്റി വെച്ചിട്ടുള്ള ഗ്രാഫുകളും ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത് എക്സ്ട്രാ ആണ്, NCERT-യിൽ നിന്നുള്ള അഡീഷണൽ ആണ്, അല്ലെങ്കിൽ NCERT-യിലെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പഠിക്കണം. ഓക്കെ.